സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. ശക്തിയോട് ചേർന്ന് പാടാം. ആദ്യം സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന ആരാധന ആരാധന. ശക്തിയോട് ചേർന്ന് ആദ്യനും അന്ത്യനും കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് ആരാധന ആരാധന. ആമേൻ ആമേൻ. ആരാധന. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ഈ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചശക്തിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ
അനുഗ്രഹിക്കണമേ. അമ്മേ പരിശുദ്ധമേ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക. ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മാതാവിന്റെ തിരുസന്നിധിയിൽ കുടുംബ നിയോഗം, വ്യക്തി നിയോഗം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വലിയവന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തെ നന്ദി പറയുന്ന കർത്താവേ, കണ്ണുനീരോടും വേദനയോടും കൂടി രോഗദുരിതങ്ങളോട് കർത്താവേ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കൾക്ക് കർത്താവേ അങ്ങ് മാത്രമാണ് രക്ഷ, അങ്ങ് മാത്രമാണ് വിജയം. കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. തീരാരോഗങ്ങള്, ജീവിത പ്രതിസന്ധികള്, വഴിപൊട്ടിയ അവസ്ഥകള് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യവും ആരാധനയും സ്തുതിയും വീഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും വീഴ്ചയും ആരാധനയും സ്തുതിയും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവര് ഇന്ന് അച്ഛന്റെ കയ്യോ പ്രാർത്ഥനയ്ക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് വന്നിട്ടുള്ള ദൈവമക്കള് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പതി 3-4 തവണകള് പുതുക്കി പ്രാർത്ഥിക്കുന്ന മക്കള് അവര് പുതുക്കിയപ്പോൾ സമർപ്പിച്ചുള്ള നിയോഗങ്ങള് എല്ലാം സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങളെ മനസ്സിൽ ഇരിക്കണ്ട. കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ഓർത്തുകൊണ്ടാണ് ആരാധനയിലെ മനസ്സ് ഉറപ്പിക്കേണ്ടത്. ചുമ്മാ കർത്താവല്ല, എൻ്റെ കർത്താവാണ്. കൃപാസനത്തിൽ ആരാധിക്കപ്പെടുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ധ്യാനകേന്ദ്രമാണിത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സൈന്യങ്ങളുടെ കർത്താവാണ് വാഗ്ദാന പേടകത്തിലെ കർത്താവ്. നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ, ശരിക്കും പറഞ്ഞാൽ കൃപാസനം പുതിയ നിയമത്തിൽ ആരാ? ഈശോയാ. വാഗ്ദാന പേടകം പരിശുദ്ധ അമ്മയുമാണ്, ദിവ്യകാരുണ്യവുമാണ്. കാര്യം ഇത് വളരെ നമ്മുടെ എനിക്ക് തന്നെ ഇപ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്രയും ഈ കൃപാസനം എന്നുള്ള പേര് 89 തന്നതാണ്. ഉടമ്പടി നമുക്ക് തന്നത് 2015-ലാണ്. പക്ഷേ ഇത് തമ്മിൽ ഇത്രയും കൃപാസനം ആലോചിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ഉടമ്പടിയിലെത്തും. ഉടമ്പടിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നാൽ
കൃപാസനത്തിലെത്തും. ഒരു സ്ഥലത്തിൻ്റെ പേരിലല്ല. കലവൂർ ധ്യാന കേന്ദ്രവും നിങ്ങൾ പറയരുത്, അങ്ങനെ പറയണ തെറ്റാണ്. സ്ഥലത്തിൻ്റെ പേരിലല്ല ധ്യാന കേന്ദ്രം കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. ആരുടെ പേരിലാണ്? കർത്താവിൻ്റെ പേരിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഓരോ ദിവസവും നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്താണെന്നറിയാവോ? ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് ആനുപാതികമായിരിക്കും നമ്മുടെ അനുഭവങ്ങൾ. എപ്പോഴും നിങ്ങൾക്ക് അനുഭവം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ ചെയ്യണം മരുന്ന് എന്താ, അടുത്ത ഇഞ്ചക്ഷൻ എന്താ? നിങ്ങൾക്ക് ദൈവാനുഭവം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അച്ഛന് ഉടനെ കിട്ടണ തരാൻ ഉടനെ പ്രിസ്ക്രൈബ് ചെയ്യണ ഇഞ്ചക്ഷൻ എന്താണ്? ഉടനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ കൂട്ടിത്തരും. കാര്യം അറിവിന് ആസ്പദമാണ് അനുഭവങ്ങൾ. അനുഭവങ്ങൾ കുറയണ എന്തുകൊണ്ടാണ്? അറിവ് കുറയണ കൊണ്ടാണ്. മനസ്സിലായല്ലേ? അതുകൊണ്ടാണ് ചില ആൾക്കാർ മണിക്കൂറുകളോ ഇരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയണത്. കാര്യം എന്താണ്? ഉടമ്പടി വേറെ ആരും പറയണില്ലല്ലോ. കേരളത്തിൽ പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കർത്താവിൻ്റെ വചനങ്ങൾ സഭയുടെ പഠനമനുസരിച്ചാണെങ്കിൽ നമുക്ക് എവിടുന്നും കേൾക്കാം. അതെല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും, ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ വർദ്ധിപ്പിക്കും. ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ചുള്ള കൂടുതൽ അറിവിലേക്ക് എന്നെ വളർത്തണമേ. എനിക്ക് ആഴമായ ബോധ്യങ്ങൾ നൽകണമേ. ഇപ്പം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം നമ്മൾ ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം എടുക്കും? ദൈവത്തെ സ്നേഹിക്കാനൊരു തീരുമാനം എടുക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവത്തെ സ്നേഹിക്കാൻ ഒരു തീരുമാനം എടുക്കണം. കാരണം ദൈവസ്നേഹം കൂടിക്കൂടി വരുമ്പോൾ ഇപ്പം നമ്മൾ സ്നേഹമുള്ള വ്യക്തിയെക്കുറിച്ചല്ലേ കൂടുതൽ അന്വേഷിക്കണത്, അല്ലേ? അതാണ് സംഭവം. ദൈവത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയണത് ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിന് ആനുപാതികമായിരിക്കും. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പോൾ പൗലോസ് പറയണ തന്നെ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹം തന്നെയല്ല, ദൈവത്തോടും ഉള്ള സ്നേഹമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നമ്മുടെ IELTS ആണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മളുടെ വസ്തു വിൽപ്പനയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ജഡികരായി. അപ്പം തന്നെ അപ്പോൾ പുരോഗമനം ഉണ്ടാകത്തില്ല, നമുക്ക് ആത്മീയ വികസനം ഉണ്ടാകത്തില്ല. ആ ലക്ഷ്യങ്ങളൊക്കെ ദൈവത്തിൽ നമ്മൾ വിട്ടിടുക. നമ്മൾ ഉടമ്പടി എഴുതിയ 6 കാര്യങ്ങളില്ലേ, അത് ചുമന്നുകൊണ്ട് നടക്കരുത്. അത് നമ്മൾ ദൈവത്തിന് വിട്ടു, പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു. ഇനി നമ്മുടെ ലക്ഷ്യം എന്താണ്? ദൈവമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. 1 കൊരിന്ത്യർ 13:14 ദൈവം ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. എന്താ കാര്യം? 1 യോഹന്നാൻ 4:8 ദൈവം സ്നേഹമാകുന്നു. ഇപ്പോൾ വചനങ്ങൾ ലൂപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കേണ്ടത് 1 യോഹന്നാൻ 4:8 എന്താണ്? ദൈവം സ്നേഹമാകുന്നു. ഇനി 1 കൊരിന്ത്യർ 13:14 സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന വചനം കൂടി ലൂപ്പ് ഇപ്പോൾ പരിശുദ്ധാത്മാവ് അത് ലിങ്ക് ചെയ്യുകയാണ്. അത് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് 1 യോഹന്നാൻ 13:14 പറയുമ്പോൾ 1 കൊരിന്ത്യർ 13:14 പറയുമ്പോൾ സ്നേഹം ആയിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് കർത്താവിൻ്റെ വചനം പറയുമ്പോൾ ഇപ്പോഴേ പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ലിങ്ക് ചെയ്യണ ഏത് വചനമായിട്ടാണ്? 1 യോഹന്നാൻ 4:8 അല്ലേ? അതെവിടെ എന്താ പറയണത്? ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ കർത്താവ് പറയാതെ പറഞ്ഞത് എന്താണ്? ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. കൈ അടിച്ച് കർത്താവ്. എൻ്റെ പേര് അംബ്രോസ്. ഞങ്ങൾ വരുന്നത് എറണാകുളം ജില്ലയുടെ വടക്കേറ്റമായ നോർത്ത് പറവൂർ കോട്ടപ്പുറം രൂപതയിൽ സൽബുദ്ധിമാത എന്നു പേരുള്ള ഒരു ചർച്ചിലിൻ്റെ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഭാര്യ റീന അംബ്രോസ്. ഇവളുടെ ഒരു സാക്ഷ്യമാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവൾ ഒരു 1-1.5 വർഷമായിട്ട് എൻ്റെ അമ്മ കിടപ്പ് രോഗിയായിരുന്നു. അപ്പം അമ്മേനെ ഞങ്ങളാണ് നോക്കിയിരുന്നത്.
അപ്പോൾ ഇവർക്ക് സുഖമില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ ജോലിക്ക് പോകാതെ നിന്ന് അമ്മേനെ നോക്കുമായിരുന്നു. അപ്പോൾ 2 വർഷമായിട്ട് ഇവളിങ്ങനെ പറയുന്ന ഇടത് വശത്തെ ബ്രസ്റ്റിൽ ഒരു വേദനയുണ്ട്, ചെറിയൊരു തടിപ്പുണ്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ വയ്യാതെ ബെഡായിരുന്നു അമ്മ. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങും പോകാൻ പറ്റിയിരുന്നില്ല, ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിരുന്നില്ല. അപ്പം ഞാനത് ശ്രദ്ധിച്ചുമില്ല. അതങ്ങനെ ഇപ്പോൾ അവർക്ക് കൂടുതൽ പണിയെടുത്തിട്ട് ചിലപ്പോൾ വേദന വരുന്നതായിരിക്കാം. ബ്രസ്റ്റിൽ ഞാൻ തടിപ്പ് നോക്കുമ്പോൾ എനിക്കത് കാണാനും പറ്റുന്നില്ല. അങ്ങനെ അമ്മ ഈ ജൂൺ 10-ാം തീയതി ഞങ്ങളുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിൽ നല്ലോണം പണിയൊക്കെ എടുത്താരണം അവൾക്ക് 7 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെയും അവിടെ അങ്ങനെ വേദനയുണ്ട്, തടിപ്പുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഡോക്ടർ പരിശോധിച്ചപ്പോൾ ചെറിയ ഒരു തടിപ്പ് പോലെയൊക്കെ കാണുന്നുണ്ട്, അപ്പം നിങ്ങൾ മാമോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് പോയത്. അവിടെ ചെന്ന് മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അത് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബയോപ്സിക്ക് അയച്ച്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ തൈലവും പരത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇത് 10ാമത്തെ പ്രാവശ്യമാണ് ഉടമ്പടി പുതുക്കിയേക്കണത്. ഇപ്പോൾ ആഗസ്റ്റിൽ 11ാമത്തെ പ്രാവശ്യം ആഗസ്റ്റിൽ പുതുക്കും. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉടമ്പടി എല്ലാ വസ്തുക്കളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴെല്ലാം ഉടമ്പടി തൈലവും പറ്റിയിട്ടാണ് പോയത്. ബയോപ്സി ചെയ്യാനൊക്കെ പോയതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ബയോപ്സി കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന് ആസ്റ്റർ മെഡിസിറ്റി എന്ന് പറഞ്ഞത്. അവിടെ തന്നെ ബയോപ്സി ചെയ്യുമെന്ന് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കൂടുതൽ പ്രാർത്ഥനയിലായി. ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും ദിവസം അങ്ങനെ ഹോസ്പിറ്റലിൽ പോവാതിരുന്നത്, അമ്മ വയ്യാത്തത് കിടക്കുന്നത്, അമ്മേനെ നോക്കുന്നത് കണ്ടാണ്. അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ടാണ് മാതാവ് ഒന്നും വരുത്തില്ല എന്ന് എനിക്ക്. കാരണം ഞാൻ ഒത്തിരി വർഷമായിട്ട് മാതാവിൻ്റെ കൂടെ തന്നെ രാവും പകലും പ്രാർത്ഥനയിൽ തന്നെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. എപ്പോഴും പ്രാർത്ഥനയും ജപമാല ചൊല്ലൽ, പ്രാർത്ഥന അങ്ങനെ. ഇപ്പം ഞാൻ ജോലിക്ക് പോകാത്തത് കൊണ്ട് പ്രത്യേകിച്ചും പ്രാർത്ഥനയിൽ തന്നെ അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും കേൾക്കും. രാവിലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഞങ്ങൾ പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലും. പിന്നെ രാവിലെ ഞാൻ പള്ളിയിൽ പോവും. ഒറ്റ ദിവസം മുടങ്ങാതെ പള്ളിയിൽ പോകുന്ന ആളാണ്. ചില ദിവസങ്ങളിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ 2 കുർബാന കൂടും. ഡെയിലി 5:30 6:30 കുർബാനയ്ക്ക് ഞങ്ങളുടെ ഇടവ പള്ളിയിൽ പോവും. അത് കഴിഞ്ഞിട്ട് നോവേനൊക്കെ നടക്കുന്ന വേറെ പള്ളികളുണ്ടെങ്കിൽ അങ്ങനെ പോകാറുണ്ട്. അപ്പം ഞാൻ ശനിയാഴ്ച ഒരു ദിവസം, ശനിയാഴ്ച 4ാമത്തെ ദിവസം ബയോപ്സി കഴിച്ച് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം തരുമെന്നാണ് അവർ പറഞ്ഞത് റിസൾട്ട്. പക്ഷേ 4ാമത്തെ ദിവസം ഞാൻ രാവിലെ പള്ളിയിൽ പോയി. അത് കഴിഞ്ഞ് ഇവളെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു നോവേന നടക്കുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറഞ്ഞ്, ഇന്നിപ്പോൾ നോവേന കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു എന്ന് മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 12:30 1 മണിയായപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഇവളോട് പറഞ്ഞില്ല അങ്ങനെ റിസൾട്ട് വിളിച്ച് ചോദിക്കണമായിരുന്നു. ഇവളോട് പറഞ്ഞില്ല. അതുകൊണ്ട് ഇവളൊക്കെ പേടിച്ചിരിക്കുക. അപ്പോൾ ഞാനൊരു 1 മണിയായപ്പോഴേക്കും ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് വാട്സാപ്പിൽ അയച്ചേക്കാം, റിസൾട്ട് അയച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വാട്സാപ്പിൽ റിസൾട്ട് അയച്ച്. അപ്പോൾ അവർ അതിൻ്റെ റിസൾട്ടൊന്നും നമ്മളോട് പറയില്ല, അവർക്ക് പറയാൻ പാടില്ല, ഡോക്ടറെ കാണണം. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് ഡോക്ടർമാരുണ്ട്, ഞാൻ അവർക്കൊക്കെ ഈ റിസൾട്ട് അയച്ചു കൊടുത്ത്. അപ്പോൾ അവർ പറഞ്ഞത് റിസൾട്ടിൽ ഒരു കുഴപ്പമില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അംബ്രോസെ. കാരണം 50 വയസ്സിന് മേലായ ആളാണ്. അപ്പോൾ ഇങ്ങനെ തടിപ്പൊക്കെ വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു, ഡോക്ടറെ ക്യാൻസറിൻ്റെ വല്ല പ്രശ്നമുണ്ടോ? ഇപ്പോൾ എല്ലായിടത്തും ഈ അസുഖമാണ്. ഇപ്പം സ്വാഭാവികമാണ്, ഇങ്ങനത്തെ അസുഖം എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ്. അപ്പം എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഇവൾക്ക് ഇവിടെ ഒരു സമാധാനത്തിന് ഞാൻ എടുത്തു വെച്ചു, ക്യാൻസറിൻ്റെ വല്ല പ്രശ്നമുണ്ടോ ഡോക്ടർ. അപ്പോൾ അവരുടെ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നവുമില്ല, ഇത് ഫോളോ ചെയ്യണം, തടിപ്പ് അവിടെ ഉണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ക്യാൻസറിൻ്റെ പ്രശ്നം ഇപ്പോഴില്ല, നമുക്ക് ഒരു പ്രശ്നത്തിലും പേടിക്കേണ്ട കാര്യമില്ല. ഒരു 6-7 ഡോക്ടർമാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവരുടെ റിസൾട്ട് എൻ്റെ മൊബൈൽ കിടപ്പുണ്ട്. അവർ പറഞ്ഞ എൻ്റെ വോയിസ് മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. ഒരു കുഴപ്പവും ഇല്ലയെന്ന് ഒരേ സ്വരത്തിൽ എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് ക്യാൻസറിൻ്റെ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ്. അടുത്തതായിട്ട് ഞാൻ ഇതിക്ക് മുമ്പ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞേക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്.
അപ്പോൾ ഇത് 2 പ്രാവശ്യം സാക്ഷ്യം പറയുമ്പോഴും എൻ്റെ ശബ്ദം അടഞ്ഞിരിക്കുന്ന ഒരു ശബ്ദമായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊണ്ടയിൽ വോക്കൽ കോഡിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് സാക്ഷിയോടെ പറഞ്ഞതാണ്. അച്ഛൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ആ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ ബയോപ്സി കഴിച്ചതായിരുന്നു. അപ്പോഴും ക്യാൻസറിൻ്റെ യാതൊരു പ്രശ്നമില്ലെന്ന് പറഞ്ഞ് ഞാനിവിടെ സാക്ഷ്യം പറഞ്ഞതാണ്, അതല്ല ഇപ്പോൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ടും പിന്നെയും ഒരു സൈഡിൽ തൊണ്ടയുടെ ഒരു സൈഡിൽ തടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ശബ്ദം അടഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തത് 23 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മോന് ജർമ്മനി പോകാനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചായിരുന്നു, അമ്മ 24 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നത് ഇവൻ ജർമ്മനിക്ക് പോയി എന്നുള്ളതിന് നന്ദിയായിട്ടായിരിക്കണം അമ്മയെന്ന് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം മാതാവ് അതിൻ്റേതായിട്ട് നന്ദിയായിട്ട് ഞാൻ ജപമാലയിൽ പങ്കെടുത്ത 24. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ മാതാവ് എൻ്റെ ശബ്ദത്തിന് യാതൊരു പ്രശ്നമില്ലാതെ അടപ്പവും ഒന്നുമില്ലാതെ ശബ്ദം തെളിഞ്ഞു തന്നു. അത് ഞാൻ അറിഞ്ഞില്ല. ശബ്ദം തെളിഞ്ഞ കാര്യം ഞാൻ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പിന്നെയാണ് എനിക്കത് മനസ്സിലായത് തന്നെ. ഒരു ഹോസ്പിറ്റലിൽ പോവേ ഒന്നുമില്ലാതെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ശബ്ദം എൻ്റെ ശരിയായി. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് കഴിഞ്ഞ 2 പ്രാവശ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ മൊബൈലുണ്ട്. ആ ശബ്ദം കേൾക്കുമ്പോഴും ഇപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറയണ ശബ്ദം കേൾക്കുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത്. ഇതിനൊക്കെ തെളിവ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സീരിയലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അമ്മ കിടപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ കിടപ്പായപ്പോൾ ഞാൻ എറണാകുളത്തൊരു ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒക്ടോബർ എൻ്റെ മകൻ ഒക്ടോബർ 7-ാം തീയതി പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജോലിക്ക് പോകാതെ അമ്മയെ ഞാനും ഇവളും കൂടിയാണ് അമ്മയെ നോക്കിയിരുന്നത്. അതിക്ക് മുമ്പ് മോൻ പോകുന്നതിന് മുമ്പ് അവനും എൻ്റെ ഭാര്യയും കൂടിയാണ് അമ്മേനെ നോക്കിയിരുന്നത്. അപ്പം ഞാനത് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകാതെ നിന്ന് അമ്മേനെ നോക്കി 1.5 വർഷം. അപ്പോൾ എനിക്ക് സീരിയലിൻ്റെ വർക്ക് 1, 2, 3 സീരിയലിൻ്റെ വർക്ക് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഷൂട്ട് പോലും കഴിഞ്ഞിട്ടും 3 എണ്ണവും മുടങ്ങിപ്പോയി. അപ്പം ഞാൻ മനസ്സിലോർത്തത് അത് ചിലപ്പോൾ മാതാവ് ഇവളെ കൊണ്ട് ഒറ്റയ്ക്ക് അമ്മേനെ നോക്കാൻ സാധിക്കില്ല, അപ്പോൾ അതുകൊണ്ടായിരിക്കും മാതാവ് മുടക്കി കളഞ്ഞതെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ, കാരണം നമ്മ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് നടന്ന് കിട്ടുമെന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് ഞാനിപ്പോൾ ഒരു 2022 ഉടമ്പടി തുടങ്ങിയതാണ്. അതിൽ ഈ നിമിഷം വരെ ശരിക്കും സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് നമ്മൾ നടന്നുകൊണ്ട് പോണത്. എന്നാലും മാതാവും യേശുവും ഇടം ബലം നമ്മുടെ കൂടെ നിന്ന് മാതാവ് നമ്മളെ വഴി നടത്തുന്നതാണ് എൻ്റെ ജീവിത സാക്ഷ്യം തന്നെ. അപ്പം അങ്ങനെ ഇരിക്കെ അമ്മ മരിച്ച് ജൂൺ 10-ാം തീയതി അമ്മ മരിച്ചത് ഞാൻ പറഞ്ഞത്. 17-ാം തീയതി 25-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് മലയാളത്തിലെ തന്നെ നമ്പർ 1 ചാനലിലൂടെ നിന്ന് നല്ല ഒരു ഓഫർ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് കിട്ടി. അത് എൻ്റെ കഴിവോ അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നമൊന്നുമല്ല, അത് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രം. കാരണം ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരെക്കാളും പാപിയാണ് ഞാൻ. പാപികളിൽ ഇപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ പോലെ പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എന്നിട്ടും എൻ്റെ അമ്മ എന്നെ വഴി നടത്തി, എന്നെ സ്നേഹിച്ച് അമ്മയുടെ കരങ്ങളിലൂടെ തന്നെയാണ് ഞാനും എൻ്റെ കുടുംബവും ഇപ്പം പോകുന്നത്. ഞാൻ പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട്, സോറി. അപ്പോൾ അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ആ സീരിയലിൻ്റെ ഒരു വർക്ക് കിട്ടിയേക്കണത്. അതിന് മാതാവിനോട് ഞാൻ 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി വർഷങ്ങളായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാനും വൃദ്ധസദനം സന്ദർശിക്കാനും. കാരണം എൻ്റെ അമ്മ കിടപ്പാണ് സമയത്തും ഞാൻ വൃദ്ധസദനത്തിൽ പോവും. അമ്മച്ചിമാർക്ക് ഭക്ഷണം കൊടുക്കുകയും അവരെ കൂടെ ഇരുന്ന് എൻ്റെ അമ്മേനെ നോക്കണ പോലെ തന്നെ ഞാൻ അവരെ നോക്കി അവരെ ശുശ്രൂഷിച്ച്
അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഡയപ്പർ മേടിക്കുമ്പോൾ അവർക്കും ഞാൻ മേടിച്ചിട്ട് കൊടുക്കും. പിന്നെ ഞാൻ അനാഥ മന്ദിരങ്ങൾ, അനാഥ പിള്ളേരെ കുറച്ച് പേര് ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ആ ഏരിയയിലുള്ള ഒട്ടുമിക്ക രോഗികളായ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരൊക്കെ ഞാൻ സന്ദർശിക്കും. എന്നാൽ കഴിയുന്ന വിധം ഞങ്ങൾ അവരെ നോക്കുമായിരുന്നു, അവർക്ക് സഹായം ചെയ്യും. അവിടെ പോയി ഇപ്പം അമ്മച്ചിമാരൊക്കെ ആണെങ്കിൽ തമാശയൊക്കെ പറഞ്ഞ്, ഞങ്ങളുടെ അമ്മേനെ ഞാനൊക്കെ നോക്കിയിരുന്നത് ഒരു തമാശയൊക്കെ പറഞ്ഞ് മിമിക്രിയൊക്കെ കാണിച്ചിട്ടൊക്കെയാണ് ഞാൻ അമ്മേനെ നോക്കിയിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ നോക്കി. അതേപോലെ തന്നെ മറ്റുള്ള അമ്മച്ചിമാരെയും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരുമായിരുന്നു. എല്ലാ മാസവും ഞാനിവിടെ വരും, 2 വീലറിന് വരും. വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. നേർച്ച വസ്തുക്കളൊക്കെ ഞാൻ രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ അവർക്കൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. 5-10 വെച്ച് ഞാൻ എപ്പോഴും വരുമ്പോഴും പത്രവും അതുപോലെ തന്നെ നേർച്ച വസ്തുക്കളും വാങ്ങിക്കൊണ്ട് ഞാൻ രോഗികളായവർക്ക് കൊടുക്കും. പത്രവും അതുപോലെ തന്നെ എല്ലാ മാസവും ഇപ്പോൾ ഒരു 30 വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ജൂണിൽ എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ വന്നുള്ളൂ. കൂടുതൽ വന്നു നടന്നോണയായിരിക്കും. കാരണം അമ്മ 10-ാം തീയതി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ 7 മറ്റുള്ള കാര്യങ്ങളെ കൊണ്ട് എനിക്കൊരു പ്രാവശ്യം വരാനേ പറ്റുള്ളൂ. ബാക്കി എല്ലാ മാസങ്ങളും ഞാൻ 2-3 പ്രാവശ്യമൊക്കെ വന്ന് ഞാൻ പത്രവും നേർച്ച വസ്തുക്കളും മേടിച്ചുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ബൈബിളൊക്കെ എല്ലാ ദിവസവും ഞാൻ ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ടോക്ക് എല്ലാ ദിവസവും കേൾക്കും. എല്ലാ ദിവസവും ഓരോ ദിവസം, അതായത് ഡെയിലി ബ്രെഡ് മാത്രമല്ല, ഡെയിലി അച്ഛൻ്റെ ടോക്കുകൾ ഉണ്ടാവാറുണ്ട്. പഴയ ടോക്കുകളൊക്കെ വീണ്ടും വീണ്ടും വരും. ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ടോക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ എല്ലാ ദിവസവും കേൾക്കും. ഞങ്ങളെപ്പോഴും സാക്ഷ്യങ്ങളും എല്ലാം കേട്ട് ഡെയിലി ബ്രെഡ് ഞാനൊരു 50-60 പേർക്ക് ഡെയിലി വെച്ച് ഡെയിലി ബ്രെഡ് അയച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ വാട്സാപ്പിൽ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട് ഡെയിലി ബ്രെഡ്. പിന്നെ എനിക്ക് മനസ്സിന് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കും. നമ്മൾ വെറുതെ അയച്ചു കൊടുത്താൽ ഇപ്പോൾ അവർ കണ്ടെന്ന് വരില്ല. അപ്പം നമുക്ക് പ്രത്യേകത എനിക്ക് തോന്നുന്ന സാക്ഷ്യങ്ങളൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്.